ഇവിടെ റെഗുലർ പട്ടാളക്കാരാണ് എന്നുള്ളത് നമ്മൾ അറിയുന്നത് മെയ് മാസം 27-ാം തീയതി. മെയ് മാസം 27-ാം തീയതി മുഷറഫ് അന്ന് ഇയാൾ ചൈനയിൽ പോയിരിക്കുന്നു, വിസിറ്റിന് പോയിരിക്കുന്നു. അതൊക്കെ വളരെ ടാക്ട്ഫുള്ളി ചെയ്ത പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ അവിടുത്തെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് മുഹമ്മദ് അസീസ് ഖാൻ എന്നായിരുന്നു ആളുടെ പേര്, ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീസ് ഖാൻ. ഈ മുഹമ്മദ് അസീസ് ഖാനും മുഷറഫും തമ്മിലൊരു പഴയ ബന്ധമുണ്ട്. ഇവർ രണ്ടുപേരും ഇയാൾ ISIയുടെ ബോസ് ആയിരിക്കുമ്പോൾ ഇയാളുടെ നമ്പർ 2 ആയിരുന്നു ഈ മുഹമ്മദ് അസീസ് ഖാൻ. ഇയാൾ ചീഫായപ്പോൾ, അതായത് മുഷറഫ് ചീഫായപ്പോൾ മുഹമ്മദ് അസീസ് ഖാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. മുഷറഫ് ഉണ്ടല്ലോ, മൊഹാജിർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി പെട്ടാണ്. അപ്പോൾ അയാൾ ഈ ഫൈറ്റിംഗ് മാർഷൽ റേസ് ഉണ്ടല്ലോ, അതിലല്ല, 2 ഓഫീസേഴ്സിനെ സൂപ്പർസൈഡ് ചെയ്തിട്ടാണ് ഈ ചങ്ങാതി ചീഫ് ആവുന്നത്. സിയാച്ചിൻ ഗ്ലേഷ്യർ നമ്മൾ പിടിച്ചെടുത്തല്ലോ. അപ്പോൾ ആ ഒരു ഇൻസൾട്ട് അവർക്ക് എന്നുണ്ട്. 1971 അവർ വീണ്ടും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം ചോദിക്കണം എന്ന് ശപഥം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇയാൾ. അതിനു മുമ്പ് ജിയാഉൽ ഹക്ക്. അപ്പോൾ അയാൾ മാർഷൽ ലോ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അപ്പോൾ അയാളുടെ ഞങ്ങൾ ഹിന്ദിയിൽ ചേല എന്ന് പറയും, ഒരുതരം ശിഷ്യൻ ഇൻ പ്രിൻസിപ്പിൾ ആയിരുന്നു മുഷറഫ്. അപ്പോൾ 27-ാം തീയതി മുഹമ്മദ് അസീസ് ഖാനും മുഷറഫും അയാൾ കരുതിക്കൂട്ടി പോയിരിക്കുകയാണ് അവിടെ. അയാൾക്ക് അന്ന് പോകേണ്ട ആവശ്യമില്ല. ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഇത് അതുവരെ നമുക്കിത് പിടികിട്ടിയിട്ടില്ല. അപ്പോൾ 27-ാം തീയതി, അപ്പോൾ അതിനു മുമ്പ് നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞോ ഇല്ലെന്ന് എനിക്ക് ഓർമ്മയില്ല, 26-ാം തീയതി നമ്മളുടെ എയർഫോഴ്സ് പോയിട്ട് അവിടെ ആക്രമണം നടത്തിയ പരിപാടിയൊക്കെ ഉണ്ടായി. ഇതൊക്കെ ചെയ്യുമ്പോഴൊന്നും നമുക്കറിയില്ല ഇത് റെഗുലർ പട്ടാളക്കാരെന്ന്. അപ്പോൾ അവർ എത്ര സമർത്ഥമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്ന് ആലോചിച്ച് നോക്കി.